നമസ്കാരം ഗൈസ്. നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റാ റീൽസിലുള്ള ചില വിചിത്രമായ മനുഷ്യരെയാണ്. സോ വീഡിയോയിലേക്ക് പോവാം. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ കണ്ടന്റ്. മുഖത്തിലേക്ക് ഇട്ട് അടിക്കുന്നത്. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? ആ കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട്. अंकल लो प्रसाद का आज मेरा जन्मदिन है. എന്താണെന്ന് അറിയില്ല അവരുടെ കോൺസെപ്റ്റ്. ഇതൊക്കെയാണ് അവരുടെ പ്രാങ്ക് അല്ലേ? ഇതൊക്കെയാണ് അവിടെ ഒരു പ്രാങ്ക്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഒരു ഫാഷൻ ഫ്രീക്കാണ്. ചൂലൊക്കെയാണ് ഡ്രസ് ഇട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഫാഷൻ ആട്ടോ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. മുന്നോട്ട് പോകുന്നത് തോന്നുന്നില്ല, പുറകോട്ടാ പോകുന്നത് ഇവര്. ഏയ് വാഴപ്പഴം കൊണ്ട്, വാഴപ്പഴമുള്ളത് ഇത് വാഴക്കാണ്. വാഴക്കുള്ള ഒരു ഡ്രസ്സ്. ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. എന്താണ് എന്തോ നല്ലതാ, നല്ല ഫാഷൻ സെൻസ് ഉണ്ട്. അടുത്ത ഉർഫിയാകാനാണ് ചേച്ചിന്റെ ശ്രമം. ഉർഫിനെ അറിയാത്തവർക്കായിട്ട് ഇതാണ് ഉർഫി. मेरा जो आउटफिट था वो एक्चुअली खराब हो गया था, तो मैंने तुरंत आज मैं अली गोनी बन गया. अली गोनी बन गया. ആളത് അവിടുത്തെ മെയിൻ ഫാഷൻ ഫ്രീക്കാണ്, മെയിനാണ്. എനിക്ക് തോന്നുന്നത് ഈ ചേച്ചിക്ക് അവിടെ പച്ചക്കറി കച്ചവടമാണെന്നാണ്. കാരണം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ചേച്ചി ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് പൈനാപ്പിൾ. ഇതെന്താ കൈസ്, അടക്കയാണോ? അറിയില്ല, അറിയാത്ത ഒരു കമന്റ് ചെയ്യണം. അടക്കയാണ് തോന്നുന്നു. വല്യുള്ളിയാണ്. ഇത് ക്യാരറ്റ്. അങ്ങനെ മാങ്ങ, പടുവളങ്ങ തുടങ്ങി എല്ലാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ചേച്ചി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും പുഷ്പ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ആ പുഷ്പയില് അല്ലു അർജുന്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു ക്രിമിനൽ ക്യാരക്ടർ എന്ന് പറയും. ആ ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തിട്ട് കുറച്ച് പേര് അവിടെ നോർത്തിലുണ്ട്. അതിലൊരാളെ കാണാം. അതായത് ഇയാളുടെ പരിപാടി എന്താ വെച്ചാൽ പുഷ്പയെ പോലെ തന്നെ കോസ്റ്റ്യൂം, പുഷ്പയെ പോലെ തന്നെ ഡ്രസ്സിങ്, പുഷ്പയെ പോലുള്ള നടത്തം, സംസാരം എല്ലാം കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇൻസ്പയർ ആയി ജീവിക്കുന്ന ഒരാൾ. അല്ലു അർജുൻ പോലും ആ ക്യാരക്ടറിനെ കുറിച്ച് മറന്നു കാണും. പക്ഷെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. പക്ഷെ ഒരു കാര്യം നോക്കണം, ഇവിടെ ഒരു സ്കൂളിലാണ് ഇങ്ങനെയുള്ള ഒരാളെ അവര് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത്. ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പൊ അവിടുത്തെ നിലവാരം ഇതൊക്കെയാണ്. ഇപ്പോ ഗസ്റ്റ് ആയിട്ട് അല്ലു അർജുനൊന്നും വിളിക്കാറില്ല, പുള്ളിയാണ് മെയിൻ, പുള്ളിയെ വിളിക്കാറുള്ളൂ. ഇനി പുഷ്പ പോട്ടെ, കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് പോകണം. നമ്മൾ കുറച്ചും കൂടി പവർ ലെവൽ ഇൻക്രീസ് ചെയ്യണം. ഒരു വടക്കൻ നൻപൻ ഫ്രഷ് ആയിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാം, ഫ്രഷ് ഭക്ഷണം കഴിച്ചിട്ട് കുറെ കാലമായിട്ട് തോന്നുന്നു. അപ്പോ ഇയാളുടെ മെയിൻ പരിപാടി ഫ്രഷായിട്ട് ജനങ്ങളെ സഹായിക്കുക, കൊച്ചു പിള്ളേരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ആള് ബുക്കൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പുള്ളി മെയിനായിട്ട് കർഷകരുടെ രക്ഷകനാണ്. ഐ പറഞ്ഞു വരുന്നില്ലേ? Wow.
കൃഷിയല്ലേ, അവനും ദാഹിക്കും. മനുഷ്യനല്ലേ, ഓടിയും പറഞ്ഞൊക്കെ വന്നതല്ലേ, ദാഹിക്കും. അതായത് ഈ പടം ഇറങ്ങിയിട്ട് പല വർഷങ്ങളായി, പക്ഷെ പുള്ളി ഇപ്പോഴും ആ കഥാപാത്രത്തെ ഏറ്റെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താലേ എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന്. എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന്. जो किस्मत साथ ना दे तो क्या करें. ഇനി അടുത്തൊരു സൂപ്പർ ഹീറോ ആണ്. ന്യൂയോർക്കിലെ നഗരങ്ങളിൽ വലവിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന സ്പൈഡർമാൻ ഇന്ത്യയിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? റോഡ് പണിയാണ് ആൾക്ക്. അവിടെ മെയിൻ ആയിട്ട് പാൻ മസാലയാണല്ലോ എല്ലാവരും കഴിക്കാറ്. അതുകൊണ്ട് ഒരു പാൻ മസാല കട തന്നെ ആൾ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള റീൽസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ മറ്റുള്ള വീഡിയോകളെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.